രാവിലെ തന്നെ നമ്മൾ നേരെ തൊടുപുഴയ്ക്ക് പോവാണ്. ഈ ബൈക്കിന് സ്പെയർ മേടിക്കാൻ വേണ്ടി, കാർബറേറ്റർ മേടിക്കാൻ വേണ്ടി. നേരെ ഈ വണ്ടി കൊണ്ടുപോയി കൂട്ടുകാരൻ്റെ കൊടുത്ത് അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വരണം. അവൻ വർക്ക് ചെയ്യുന്ന ഷോറൂം വരെ ചെന്നു. ഷോറൂമിൽ ചെന്നിട്ട് എൻ്റെ വണ്ടി അവിടെ കൊടുത്തിട്ട് അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് കൂട്ടുകാരൻ്റെ വണ്ടിക്ക് ഞാൻ തൊടുപുഴ പോയി. കാര്യം ലോങ് ആയതുകൊണ്ട് അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയി. കാര്യം എനിക്ക് പണി കിട്ടിയാലോ. ഇതാണ് ഞാൻ മേടിച്ച കാർബറേറ്റർ. കാര്യം ഇത് BS3യുടെ ഉണ്ട്. കാർബറേറ്റർ കിട്ടാൻ നല്ല പാടാണ്. പിന്നെ ഓൺലൈനിലൊക്കെ കിടക്കുന്നത് ഫസ്റ്റ് കോപ്പിയാണ്. പിന്നെ ബജാജിൻ്റെ ഷോറൂമിൽ തന്നെ ചെന്ന് അവിടെ ചെന്നപ്പോഴാണ് 2 പീസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പീസ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. ഏതാണ്ട് എനിക്ക് 3730 രൂപ അടുത്തോളമായി ആ കാർബറേറ്റർ തന്നെ. ഓൺലൈനിൽ കാണിച്ചു കഴിഞ്ഞാൽ കുറവാണ്. ഓൺലൈനിൽ കിടക്കുന്ന നല്ല ഫസ്റ്റ് കോപ്പിയാണ്. ആ വണ്ടി എടുത്തുകൊണ്ട് പയ്യെ വീട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് രാത്രിയിലാണിത് ബാക്കി റിപ്പയർ ചെയ്ത് നമ്മൾ വണ്ടി സ്റ്റാൻഡ് ഇട്ടു. സ്പെയർ നമ്മുടെ കാർബറേറ്റർ അവിടെ കൊണ്ട് അടുത്ത് സെറ്റ് ചെയ്യണം. നമുക്ക് സീറ്റ് തൊട്ട് തുടങ്ങാം. അങ്ങനെ നമുക്ക് കീ ഇട്ടിട്ട് ആദ്യത്തെ സീറ്റ് വരി. ഇനി നമുക്ക് 10ൻ്റെ കീ ഇട്ടിട്ട് നമുക്ക് ടാങ്ക് വരാണ്. 2 നട്ട് വെച്ച് ഒരു സൈഡിൽ 2 സൈഡിൽ 4 നട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ 2 നട്ടും ഉണ്ട്. ഇതുകൂടെ ഒരു കഴിഞ്ഞാൽ നമ്മൾ ടാങ്കിൻ്റെ കവർ വരാം. അത് കഴിഞ്ഞിട്ട് ടാങ്ക് സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ടാങ്കിൻ്റെ ഈ 2 നട്ടുണ്ട് 2 സൈഡിലായിട്ട്. ഈ സൈഡിൽ തിരിച്ചിട്ട് ടീ ഇട്ടിട്ട് ഊരിയാൽ മതി. അത് വരുമ്പോൾ നമുക്ക് ടാങ്ക് കൂടെ വരാം. 2 8ൻ്റെ സ്ക്രൂ കൂടെ ഉണ്ട്. അതുകൊണ്ട് വരണം. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതോട്ട് വെക്കാം. ഇനി നമുക്ക് വരേണ്ടത് ടാങ്കിൻ്റെയാണ്. ഈ ഒരു സ്ക്രൂവും പിന്നെ ഇവിടുത്തെ 2 സ്ക്രൂ ഉണ്ട്. ഈ 2 വെച്ച് ആ 2 ഇടാം. പിന്നെ സൈഡ് ഫൈബർ പാർട്ട് ഇടണം. നമ്മൾ 3 സ്ക്രൂ ഊരി അത് കഴിഞ്ഞ് ഇത് മണ്ടലത്തെ ഈ ഓസും പിന്നെ മീറ്ററിലേക്ക് പോകുന്ന ലൈനാണ്. ഈ പ്ലഗ് ഒന്ന് ഊരിയിട്ടാൽ മതി. അത് ഊരി കഴിഞ്ഞിട്ട് നമുക്ക് പെട്രോളിൻ്റെ ഒരു ഈ വാൽവ് വരുന്നതിൻ്റെ സാധനം ഉണ്ട്. അതും കൂടെ ഒന്ന് ഊരണം. അതിന് കഴിയുമ്പോൾ നമുക്ക് ടാങ്ക് എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ ടാങ്ക് ഊരി. ഇത് പെട്രോൾ ഫിൽറ്ററാണ്. ഇനി നമുക്ക് എയർ ഫിൽറ്ററും ആ ബോക്സോട് കൂടി ഊരിയെടുക്കണം. എന്നാലേ നമുക്ക് കാർബറേറ്ററിൻ്റെ എടുക്കത്തുള്ളൂ പഴയത്. ഇതാണ് വിഷയം. ഇതിനകത്ത് പെട്രോളുണ്ട്. പക്ഷേ ചോക്ക് വലിച്ചാലേ ഉള്ളൂ. ചോക്ക് വലിച്ച് വേണ്ട. ചോക്ക് വിട്ട് കഴിഞ്ഞാൽ അപ്പം നിന്നു. പിന്നെ സെൽഫ് അടിച്ചാലോ ഇല്ല. നമുക്കിനി ഇത് ഊരണം. എയർ ഫിൽറ്റർ പോയതിന് ഈ സ്ക്രൂ ഊരണം. ഇതും ഈ 2 സ്ക്രൂ കൂടെ ഊരി കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തല്ലൊരു എല്ലെങ്കിൽ കാണും. ഇതേ ഇതിൻ്റെ അങ്ങേ സൈഡിലാണ് ഇതിൻ്റെ കിടക്കുന്ന സ്ക്രൂവിൻ്റെ ഉണ്ടോ. ഇതിൻ്റെ ബാക്കി അപ്പുറത്തുണ്ട്. അത്തല്ല എല്ലെങ്കിൽ വെച്ച് ഉപയോഗി ഇത് ഊരണം. പിന്നെ എഞ്ചിനിൽ നിന്ന് വരുന്ന ഇവിടുന്ന് അപ്പുറം സൈഡിൽ നിന്ന് ഊരണം. നമുക്ക് ഇതുണ്ടോ ഈ അല്ലെങ്കിൽ ചൂരി ഹെഡ് എന്നുള്ളത് നമുക്ക് ഊരി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് വരണം. ഈ കാർബറേറ്ററിൻ്റെ ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം. നമ്മുടെ നോർമൽ അല്ലെങ്കിൽ അത് അടിച്ച് നേരെയാക്കി ഇങ്ങനെ എടുക്കാം. എന്നിട്ട് പ്ലെയർ വെച്ച് നമുക്ക് തിരിക്കത്തുള്ളൂ. നമ്മൾ പഴയ നമ്മുടെ കാർബറേറ്റർ ഊരിയെടുത്തു. ഇനി നമുക്ക് പുതിയത് സെറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഫുള്ള്. അയ്യോ ഇനി സെറ്റ് ചെയ്യണം.
നമ്മൾ കാർബറേറ്റർ നമ്മൾ ആക്സിയുടെ കേബിൾ നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഇതും കൂടെ കണക്ട് ചെയ്യണം. എൻ്റെ വയർ ഇവിടെ ഉണ്ട് താഴെ. നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിത്തെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നേരെ ഹെഡിലേക്ക് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ട് വേണം കാർബറേറ്ററിൻ്റെ സാധനം കയറ്റാൻ വേണ്ടി പൈപ്പ്. നമ്മൾ ഇച്ചിരി പെട്രോൾ ഇതിൻ്റെ ടാങ്കിൽ നിന്ന് പറ്റി ഒന്ന് ഒഴിച്ച് നോക്കി, ഇത് ഫില്ലാക്കി കാർബറേറ്റർ സെറ്റ് ചെയ്തു. ഒന്ന് നോക്കാം. ഇനി നമുക്ക് കാർബറേറ്റർ സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് എയർ ഫിൽറ്ററിൻ്റെ ആ ബോക്സ് കയറ്റാനുണ്ട്. ആ ബോക്സ് എയർ ഫിൽറ്ററിൻ്റെ സാധനം കയറ്റി. ഇനി ഇതൊന്ന് തള്ളി കയറ്റണം. ഇനി എയർ ഫിൽറ്ററിലേക്ക് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ഇനി കാർബറേറ്ററിലേക്കുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഇതിൻ്റെ അകത്ത് കൈ ഇട്ടിട്ട് ഒന്ന് തള്ളി ലോക്കിയിട്ട് എന്നിട്ട് അല്ലെങ്കിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. ഇനി അതാണ് പണി. ഇനി കുറച്ച് നേരത്തെ പണി ഉണ്ടത്. അത് കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ ആ സൈഡെല്ലാം പ്രോപ്പറായിട്ട് ഇട്ടു. കാർബറേറ്ററിലേക്കുള്ളത് ഒയ്യോ നേരെ എടുത്തു ചെയ്യാൻ. കുത്തി എല്ലാ സൈഡും പ്രോപ്പറായി ഒന്ന് ചെക്ക് ചെയ്തു. എല്ലാം ബാക്കി ഈ ദിവസത്തെ കുത്തി കയറ്റി ക്ലാമ്പൊന്നും മണ്ടയിൽ കയറ്റി ചെക്കണം. ഇനി എയർ ഫിൽറ്ററും വെക്കണം, ടാങ്കും വെക്കണം. എല്ലാം തിരിച്ച് പഴയ വീട് വെച്ചിട്ട് വണ്ടി ഒന്ന് ഓടിക്കാൻ നോക്കണം. ഒന്ന് ക്ലീൻ ചെയ്യണം ഇച്ചിരി വണ്ടിയിൽ സൈഡിലൊക്കെ. അങ്ങനെ എയർ ഫിൽറ്ററും കയറ്റി. ഇനി നേരെ ടാങ്കിലേക്കുള്ള കണക്ഷൻ, ഇത് ടാങ്കിൻ്റെ അടിയിലത്തെ മണ്ടയിലേക്കുള്ള കണക്ഷൻ കൂടെ കൊടുത്ത് നേരെ സൈഡ് പാനലും കയറ്റി സീറ്റും കൂടെ കയറ്റണം. അത് കയറ്റി അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. സീറ്റും എല്ലാം ടൈറ്റ് ചെയ്യാനുള്ള എല്ലാം ടൈറ്റിങ് ചെയ്തു. ഇനി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം. കേട്ടോ വരാം. ഇന്നലെ നമ്മൾ കാർബറേറ്റർ മാറി. നമുക്ക് ടയർ തീർന്നു. നമുക്ക് ടയർ മാറാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇനി അതാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ടയർ മാറാൻ ഷോപ്പിൽ എത്തി. ഏത് ടയറാണ് വേണ്ടത് ഞാൻ സെലക്ട് ചെയ്തു. അതിൽ ആദ്യത്തെ കാണുന്ന ടയറാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ കിടക്കുന്ന ടയർ ഊരാൻ വേണ്ടി നോക്കി. ചേട്ടന് ടയറൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ടയറിൻ്റെ പൈസയൊക്കെ പേയ്മെൻറ്റൊക്കെ അടച്ചിട്ട് വീട്ടിലേക്ക് വന്നു. നേരത്തെ കിടന്ന മോഡൽ ടയർ തന്നെയാണ് നമ്മൾ ഇപ്പോഴും എടുത്തിട്ടാക്കുന്നത്. അടുത്ത വരുന്ന വീഡിയോയിൽ നമ്മൾ ചെയിൻ സോക്കറ്റും കുറച്ച് ഫൈബർ പാർട്സും മാറുന്നുണ്ട്.